ഹായ് ഫ്രണ്ട്സ്, 2020 PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ജൂണിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നലെ PSC ഡിഗ്രി പ്രിലിംസിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ റാങ്ക് ഫയലും കറണ്ട് അഫയേഴ്സും ഒക്കെ നന്നായിട്ടിരുന്ന് പഠിക്കുമായിരിക്കും. ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ടിരുന്ന് പഠിക്കുമായിരിക്കും. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഓരോ ചാനലുകളിലും PSC ബുള്ളറ്റ്, തൊഴിൽ വാർത്ത, തൊഴിൽ വേദി ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ട് കേൾക്കുമ്പോൾ അന്നേരം തന്നെ പഠിക്കാമെന്ന് വിചാരിക്കുക. കാരണം എന്ന് വെച്ചാൽ മറ്റൊരു സമയത്തേക്ക് ഇനി മാറ്റി വെക്കാൻ നമുക്കില്ല. അപ്പോൾ അന്നേരം തന്നെ പഠിക്കാൻ വിചാരിക്കുക. പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ പദ്ധതികൾ, ഇതൊക്കെ തന്നെ അന്നേരം തന്നെ പഠിക്കുക. അന്നേരം വല്ല കോഡുകളൊക്കെ യൂസ് ചെയ്ത് അന്നേരം തന്നെ പഠിക്കാൻ തന്നെ ശ്രമിക്കുക. ഉറപ്പായിട്ടും നമ്മുടെ മെമ്മറിയിലത് ഉണ്ടാവും. നമുക്ക് എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തായാലും ഇത് ക്ലിക്കായിരിക്കും. അപ്പോൾ എല്ലാം നന്നായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാ ക്ലാസ്സുകളും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ബഹിരാകാശ മനുഷ്യദൗത്യത്തിൽ അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സ് ആണ് ചരിത്രം കുറിക്കുന്നത്. അപ്പോൾ സ്പേസ് എക്സ് എന്ന കമ്പനി ഓർക്കുക. സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യമാണ് ഇത്. നാസയുമായി ചേർന്ന് നടത്തുന്ന ദൗത്യത്തിൽ US സഞ്ചാരികൾ കയറിയ ക്രൂ ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിൽ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നും പുറപ്പെടും. നാസയുടെ ഡഗ്ലസ് ഹാർലി, ബോബ് ബെൻഗൻ എന്നിവരാണ് സഞ്ചാരികൾ. ഡെമോ 2 എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ പേര്. അപ്പോൾ ഈ ദൗത്യത്തിൻ്റെ പേര് ഓർക്കുക, ഡെമോ 2. അതുപോലെ തന്നെ സഞ്ചാരികൾ ഡഗ്ലസ് ഹാർലിയും ബോബ് ബെൻഗനും എന്നിവരാണെന്ന് ഓർക്കുക. അടുത്തത്, കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി സോഫി തോമസ് നിയമിതനായി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ജുഡീഷ്യൽ ഓഫീസർ ഈ പദവിയിലെത്തുന്നത്. അപ്പോൾ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായിട്ട് ആരാണ് നിയമിതനായത്? സോഫി തോമസ്. ആ പേര് നോട്ട് ചെയ്യുക. അടുത്ത പോയിന്റ്, മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ MP വീരേന്ദ്രകുമാർ അന്തരിച്ചു. അടുത്തത്, മുൻ ലോക 1-ാം നമ്പരും 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുകയും ചെയ്ത വിഖ്യാത ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ആഷ്ലി കൂപ്പർ അന്തരിച്ചു. അപ്പോൾ മുൻ ലോക 1-ാം നമ്പരും 4 ഗ്രാൻഡ് സ്ലാം കിരീടവും നേടുകയും ചെയ്ത ഓസ്ട്രേലിയൻ ടെന്നീസ് താരമായ ആഷ്ലി കൂപ്പറാണ് അന്തരിച്ചത്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഹോളി ഇതിഹാസങ്ങളിൽ ഒരാളും 3 ഒളിമ്പിക് സ്വർണ്ണ ജേതാക്കളുമായ ബൽവീർ സിംഗ് സീനിയർ അന്തരിച്ചു. 1975 ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനും മാനേജറുമായിരുന്നു അദ്ദേഹം. പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരവുമാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുക, ബൽബീർ സിംഗ് സീനിയർ. അടുത്ത പോയിന്റ്, ലോകാരോഗ്യ സംഘടനയുടെ അതായത് WHO എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ചുമതലയേറ്റു. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ WHO എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയായ ഡോക്ടർ ഹർഷവർദ്ധനാണ് ചുമതലയേറ്റത്. അടുത്തത്, ജപ്പാൻ്റെ ടെന്നീസ് താരം നവോമി ഒസാക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരമായി. അപ്പോൾ ജപ്പാൻ്റെ ടെന്നീസ് താരമായ നവോമി ഒസാക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരമായി. അമേരിക്കയുടെ സെറീന വില്യംസിനെ പിന്തള്ളിയാണ് ഒസാക്ക 1-ാം സ്ഥാനം നേടിയത്. അപ്പോൾ പേര് ഓർക്കുക, നവോമി ഒസാക്ക. നാശം വിതച്ച് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൻ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തെത്തി. ബംഗാളിലെ ദിഘ ജില്ലയ്ക്കും ബംഗ്ലാദേശിലെ ഹദിയ ദ്വീപിനുമിടയിലാണ് ചുഴലി ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചത്. മണിക്കൂറിൽ 160 മുതൽ 190 കിലോമീറ്റർ വേഗത്തിൽ കരയിലെത്തിയത്. ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഉംപുൻ ചുഴലിക്കാറ്റ്. എവിടെയൊക്കെയാണ്? ബംഗാളിലെ ദിഘ ജില്ല, അതോർക്കുക. ബംഗ്ലാദേശിലെ ഹദിയ ദ്വീപിനുമിടയിലാണ് ഈ ചുഴലി ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ 2 സ്ഥലവും ചുഴലിക്കാറ്റിൻ്റെ പേരും ഓർക്കുക. ബംഗാൾ ഉൾക്കടലിലാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടായതെന്നും ഓർക്കുക. അടുത്ത പോയിന്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP ആയി R ശ്രീലേഖ നിയമിതനാകും. സംസ്ഥാനത്തെ ആദ്യ വനിതാ DGP ആണ്. 1987 ബാച്ച് IPS ഉദ്യോഗസ്ഥയാണ്. ആദ്യ വനിതാ ജയിൽ മേധാവിയാണ്. ആദ്യ വനിതാ SP എന്നീ വിശേഷണങ്ങൾക്കെല്ലാം ഇവർ ഉടമയാണ്. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP ആയിട്ട് നിയമിതനാവുന്നത് ആരാണ്? R ശ്രീലേഖ.
തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിരിറ്റസ് പ്രൊഫസറായിട്ട് നിയമിക്കുന്നത് ആരെയാണ്? MD വാസുദേവൻ നായർ. മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞൻ ചിന്താല ഗോവിന്ദരാജുലുവിനെ നബാർഡ് ചെയർമാൻ ആയിട്ട് നിയമിച്ചു. അപ്പോൾ ആരാണ് നബാർഡ് ചെയർമാനായിട്ട് നിയമിച്ചത്? ആരെയാണ്? ചിന്താല ഗോവിന്ദരാജുലുവിനെയാണ് നബാർഡ് ചെയർമാനായിട്ട് നിയമിച്ചത്. കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടിയ പ്രായത്തിൽ കൊറോണ വൈറസിനെ തോൽപ്പിക്കുകയും വ്യക്തിയായി മരിയ ബ്രന്യാസ് സ്പെയിനിലെ ജീവിച്ചിരുന്നു. ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ മരിയ തൻ്റെ 113-ാം വയസ്സിലാണ് രോഗം ബാധിക്കുകയും എന്നിട്ട് ഭേദമാവുകയും ചെയ്തിരുന്നത്. പേരോർക്കുക, മരിയ ബ്രന്യാസ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ജഡ്ജിയായ K. ഹരിപാൽ നിയമിതനായി. കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ 100% സൗരവത്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയായ KK ശൈലജ ടീച്ചറെ പ്രകീർത്തിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയൻ്റെ ലേഖനം. കേരളത്തിൽ വൈറസിനെ പ്രതിരോധിക്കാനെടുത്ത മുൻകരുതലുകൾക്കും ധീരതയ്ക്കും ഒക്കെ മന്ത്രിയെ ഗാർഡിയൻ പ്രശംസിച്ചു. 2018 നിപ്പ കാലത്തും ധീരമായ പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രിയുടെ കീഴിൽ കേരളത്തിൻ്റെ ആരോഗ്യം ഭദ്രമാണെന്നും ലേഖനത്തിൽ പറയുന്നു. BBC വേൾഡ് ന്യൂസിൽ മെയ് 18 തിങ്കളാഴ്ച മന്ത്രിയുടെ തത്സമയ പ്രതികരണം ഉണ്ടായിരിക്കും. അപ്പോൾ ആ പത്രത്തിൻ്റെ പേര് ഓർക്കുക, ഗാർഡിയൻ. അടുത്ത പോയിന്റ്, മൊയ്കെറ്റ്സി മേജറോ ലിസോത്തോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായി. കോവിഡ് പരിശോധനയ്ക്കായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അഗാപ്പെ ചിത്ര മഗ്ന എന്ന പേരിൽ RNA എക്സ്ട്രാക്ഷൻ കിറ്റ് വികസിപ്പിച്ചു. അപ്പോൾ കോവിഡ് പരിശോധനയ്ക്കായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അഗാപ്പെ ചിത്ര മഗ്ന എന്ന പേരിൽ RNA എക്സ്ട്രാക്ഷൻ കിറ്റ് വികസിപ്പിച്ചു. കൊറോണ ബാധിച്ച് വിഖ്യാത മറാത്തി എഴുത്തുകാരനും നടനും സംവിധായകനുമായ രത്നകുമാർ മട്കാരിയാണ് അന്തരിച്ചത്. പ്രളയാനന്തര കേരളത്തിലെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ പുതിയ CEO ആയിട്ട് നിയമിതനായത് ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിച്ച റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ പുതിയ CEO ആരാണ്? രാജേഷ് കുമാർ സിംഗ്. അടുത്തത്, കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് അതായത് PPE നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്നാമത്തെ രാജ്യം ചൈന. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർക്കുക. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത പുതിയ ചീഫ് സെക്രട്ടറിയാവും. ടോം ജോസ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമിക്കുന്നത്. അപ്പോൾ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ഡോക്ടർ വിശ്വാസ് മേത്തയാണ് പുതിയ ചീഫ് സെക്രട്ടറി ആവുന്നത്. അടുത്ത പോയിന്റ്, വിശാഖപട്ടണത്തിലെ LG പോളിമറൈസിലുണ്ടായ വാതക ചോർച്ചയുടെ അന്വേഷണത്തിനായി നീരത് കുമാർ തലവനായി ഹൈ പവേർഡ് കമ്മിറ്റി രൂപീകൃതമായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു വിശാഖപട്ടണത്ത് സ്റ്റെറൈൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ദക്ഷിണ കൊറിയൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. അപ്പോൾ ആ വിശാഖപട്ടണത്തിലെ LG പോളിമറൈസിലുണ്ടായ വാതക ചോർച്ചയുടെ അന്വേഷണത്തിനുമായിട്ട് നീരത് കുമാർ തലവനായ ഹൈ പവേർഡ് കമ്മിറ്റി രൂപീകൃതമായി. അടുത്ത പോയിന്റ്, COVID-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിലുള്ള സ്വയം പര്യാപ്തത ഭക്ഷണങ്ങളൊക്കെ സ്വയം പര്യാപ്തമായിട്ട് കൈവരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. സ്വയം ഭക്ഷണം ഉണ്ടാക്കാനുള്ള രീതിയിൽ അങ്ങനെ വേണം ചിന്തിച്ചാൽ മതി. സ്വയം പര്യാപ്തരാവുക. അപ്പോൾ അതിനോട്ടുള്ളത് സുഭിക്ഷ കേരളം. അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് ഓർക്കാമല്ലോ. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തമായിട്ട് ഇങ്ങനെ കൈവരിക്കാൻ വേണ്ടി അപ്പോൾ സുഭിക്ഷ കേരളം, സ്വയം ഭക്ഷണം അങ്ങനെ വെച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അടുത്ത SLC +2 ക്ലാസ്സുകളിൽ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കുന്ന പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടിയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. പരിപാടിയുടെ പേരാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി KSEB തയ്യാറാക്കുന്ന വായ്പാ പദ്ധതിയാണ് ജീവനം സൗഹൃദ പാക്കേജ്. അപ്പോൾ എന്താണ് ആ പദ്ധതി?
ജീവനം സൗഹൃദ പാക്കേജ് കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പിന്നോക്കം നിൽക്കുന്നവർക്കാണെങ്കിൽ KSEB തയ്യാറാക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണെന്ന് ഓർക്കുക. ജീവനം സൗഹൃദ പാക്കേജ് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പാക്കേജ്, ഒരു വായ്പാ പദ്ധതിയാണെന്ന് ഓർക്കുക. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേനമൃത്. അപ്പോൾ തേനമൃത് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ പറ്റി ആലോചിക്കുക. അതും കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകക്കുറവ് മൂലം കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് തേനമൃത്. അപ്പോൾ അത് വെച്ച് റിലേറ്റ് ചെയ്യാമല്ലോ. അടുത്ത പോയിന്റ്, കോവിഡ് പശ്ചാത്തലത്തിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മനോദർപ്പൺ. അപ്പോൾ അടുത്ത പദ്ധതിയുണ്ട്. അപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും ആയാലും അധ്യാപകർക്കാണെങ്കിലും മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് മാനസിക എന്ന് പറയുമ്പോൾ മനോദർപ്പണം. അവർക്കൊരു മനോദർപ്പണം കൊടുക്കുന്നു, അങ്ങനെ ചിന്തിച്ചാൽ മതി. മനോദർപ്പണം, ആ പദ്ധതി ഓർക്കുക. അടുത്ത പോയിന്റ്, COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PME വിദ്യ. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PME വിദ്യ എന്ന് പറയുന്നത്. നോബൽ പുരസ്കാരത്തേക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന 2020 ടെമ്പിൾട്ടൺ സമ്മാനത്തിന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടറായ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് അർഹനായി. 10 കോടി രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ നോബൽ പുരസ്കാരത്തേക്കാൾ കൂടുതൽ തുക സമ്മാനമായിട്ട് കിട്ടുന്ന 2020 ടെമ്പിൾട്ടൺ സമ്മാനം. അപ്പോൾ അത് അർഹനായത് ആരാണ്? US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടറായ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് അർഹനായി. 10 കോടി രൂപയാണ് അതിൻ്റെ സമ്മാനത്തുക. അടുത്ത ജൂലൈ 15 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഓൺലൈൻ വഴി റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചലച്ചിത്രമാണ് സൂഫിയും സുജാതയും. അതെല്ലാവർക്കും അറിയായിരിക്കും. അടുത്തത്, കുബറ്റ്ബെക് ബോറോണോവ് കിർഗിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. അപ്പോൾ കുബറ്റ്ബെക് ബോറോണോവ്, കുബറ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് എന്താ ഓർക്കാം? കിർഗിസ്ഥാൻ കുബറ്റ്, അങ്ങനെ വെച്ച് നമുക്ക് ഓർക്കാം. അടുത്ത പോയിന്റ്, COVID-19 പശ്ചാത്തലത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായി ഗരീബ് കല്യാൺ റോസ്ഗർ അഭിയാൻ എന്ന പേരിൽ 50,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു. അപ്പോൾ ഗരീബ് കല്യാൺ യോജന എന്തിൻ്റെ പേരിലുള്ളതാണ്? COVID-19 പശ്ചാത്തലത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായിട്ട് ഗരീബ് കല്യാൺ റോസ്ഗർ അഭിയാൻ എന്ന പേരിൽ 50,000 കോടി രൂപയുടെ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ പേരിലാണെന്ന് ഓർക്കുക. അടുത്ത പോയിന്റ്, COVID-19 സാഹചര്യത്തിൽ സുഗമമായ ഓൺലൈൻ പഠനത്തിനായിട്ട് KSFE നടപ്പാക്കുന്ന പദ്ധതിയാണ് വിദ്യാസഹായി. അപ്പോൾ COVID-19 സാഹചര്യത്തിൽ സുഗമമായി ഓൺലൈൻ പഠനത്തിന് KSFE നടപ്പാക്കുന്ന പദ്ധതിയാണ് വിദ്യാസഹായി. അപ്പോൾ ഓൺലൈൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ വിദ്യയ്ക്ക് വേണ്ടി സഹായിക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ പദ്ധതി വിദ്യാസഹായി എന്ന് ഓർക്കുക. ആരാണ് നടപ്പാക്കിയത്? KSFE എന്നൂടെ ഓർക്കുക. അടുത്ത പോയിന്റ്, COVID-19 വ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ആരോഗ്യപത് എന്ന പേരിൽ നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ആരംഭിച്ചു. അടുത്ത പോയിന്റ്, മുൻ MP മുതിർന്ന പത്രപ്രവർത്തകനുമായിരുന്ന വിശ്വമോഹൻ ഗുപ്ത അന്തരിച്ചു. അടുത്തത്, 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡിന് ഇന്ത്യൻ വംശജനായ അമർത്യാസനാണ് അർഹനായത്. അപ്പോൾ 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ്, ആ ബുക്കിൻ്റെ പേര് ഓർക്കുമ്പോൾ ആരെ ഓർക്കണം? അമർത്യാസനാണ് അർഹനായത് 2020. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ആരെയാണ് നിയമിതനാക്കിയത്? KV മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരെയാണ് നിയമിച്ചത്? KV മനോജ് കുമാർ. ആ പേര് ഓർക്കുക. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിനായിട്ട് KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ്, അതായത് ബോണ്ട്. അപ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതമായിട്ട് എത്തിക്കുന്നതിന് KSRTC ആവിഷ്കരിച്ച പദ്ധതി, അത് നമുക്ക് ഓർക്കാൻ പറ്റില്ല. ബസ് ഓൺ ഡിമാൻഡ്, ബോണ്ട്. അടുത്ത പോയിന്റ്,
കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് തടയുന്നതിനായി കേരള സർക്കാർ തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നടപ്പാക്കുന്നു. കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനായിട്ടാണ് കേരള സർക്കാർ തോട്ടങ്ങളിലേക്ക് നീങ്ങാമെന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നടപ്പാക്കുന്നു. അടുത്ത പോയിന്റ്, 2019 ഉരുൾപൊട്ടലിലുണ്ടായ വയനാട് പുത്തുമലയിലെ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളുടെ പുനരധിവാസത്തിനായിട്ട് ഹർഷം എന്ന പദ്ധതിയാണ് കേരള സർക്കാർ ആരംഭിച്ചത്. ഹർഷം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആൻഡ് റീസൈലൻസ് ഷെയർഡ് അക്രോസ് മേപ്പാടി. അപ്പോൾ 2019 ഉരുൾപൊട്ടലിൽ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവസിക്കാനായിട്ടുള്ള ഹർഷം, അവർക്കൊരു ജീവിക്കാൻ ഹൗസ് വേണ്ടേ, അപ്പോൾ ഹൗസിനകത്ത് ഹൗസ് ഹർഷം, അങ്ങനെ ഹാ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഹൗസ് ഹർഷം, അത് അങ്ങനെ വെച്ച് നമുക്ക് ഓർത്തെടുക്കാം. അടുത്ത പോയിന്റ്, USA ലോസ് ഏഞ്ചലസ് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നു. ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വരുന്ന ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത് ഓർക്കുക. ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വരുന്ന ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റി ഏതാണ്? US ലോസ് ഏഞ്ചലസ് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് ഓർക്കുക. ഹിമാചൽ പ്രദേശിന് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൻ്റെ ഈ പഞ്ചായത്ത് പുരസ്കാർ 2020 ലഭിച്ചു. അപ്പോൾ ഹിമാചൽ പ്രദേശിന് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൻ്റെ ഈ പഞ്ചായത്ത് പുരസ്കാർ 2020 ലഭിച്ചു. COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണുന്നതിനായിട്ട് ഇ-സഞ്ജീവനി എന്ന പേരിലൊരു ടെലിമെഡിസിൻ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു. അപ്പോൾ ഇ-സഞ്ജീവനി എന്നുള്ള പേര് ഓർക്കുക. COVID-19 പശ്ചാത്തലത്തിലായിട്ട് ഓൺലൈനായിട്ട് ഡോക്ടറെ കാണുന്നതിനായിട്ട് ഇ-സഞ്ജീവനി എന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് കേരള സർക്കാർ ആരംഭിച്ചത്. പേരോർക്കുക, ഇ-സഞ്ജീവനി. ഇതിനും നമ്മൾ 2 സഞ്ജീവനി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു. ജീവനി സഞ്ജീവനി എന്ന് പറയുന്നത് ജീവൻ നിലനിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, പഴവും പച്ചക്കറികളൊക്കെ ഈ COVID-19 ഈ സമയത്ത് പഴവും പച്ചക്കറികളൊക്കെ വീട്ടിലെത്തിക്കുന്നതിനെയാണ് പറയുന്നത് ജീവനി സഞ്ജീവനി, ജീവൻ നിലനിർത്താൻ വേണ്ടി. അതുപോലെ ഓപ്പറേഷൻ സഞ്ജീവനി നമ്മൾ പറഞ്ഞായിരുന്നു. മാൽദീവ്സിൻ്റെ കാര്യമായിട്ട് COVID-19 ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്നതാണ് ഓപ്പറേഷൻ സഞ്ജീവനി. അപ്പോൾ ഇവിടെ COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈനായിട്ട് ഡോക്ടറെ കാണുന്നതിന്, ഇപ്പോൾ ഓൺലൈനായിട്ട് ഡോക്ടറെ കാണുമ്പോൾ കറണ്ടൊക്കെ വേണ്ടേ, അപ്പോൾ ഇലക്ട്രോണിക് ഒക്കെ വേണ്ടേ, അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വെച്ചിട്ട് ഇ-സഞ്ജീവനി അങ്ങനെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് ഓർക്കാം. അതും ജീവന് വേണ്ടിയിട്ടുള്ളതാണല്ലോ, അപ്പോൾ അങ്ങനെ ഓർക്കാം. അടുത്ത, പഞ്ചാബിൻ്റെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആയിട്ട് വിനി മഹാജൻ ചുമതലയേറ്റു. പഞ്ചാബിൻ്റെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? വിനി മഹാജൻ ചുമതലയേറ്റു. അടുത്തത്, തിരുവനന്തപുരം ജില്ലയിലെ ലക്ഷം വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂ ലൈഫ് എന്ന പേരിൽ ഒരു സമഗ്ര കോളനി നവീകരണത്തിന് പദ്ധതി നടപ്പാക്കുന്നു. അപ്പോൾ അത് ഓർക്കുക, ന്യൂ ലൈഫ്, തിരുവനന്തപുരം ജില്ല. ന്യൂ ലൈഫ് എന്ന് പറയുമ്പോൾ പുതിയൊരു ജീവിതം, അപ്പോൾ നമുക്ക് ലക്ഷം വീട് കോളനിയായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കുക. അടുത്ത പോയിന്റ്, പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനായിട്ട് കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. അപ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളി നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം, അവർക്ക് ജീവിക്കാൻ വേണ്ടി അതിനകത്ത് തന്നെ ഉണ്ടല്ലോ, അമ്മമാരെന്ന് പറയുമ്പോൾ ജ്യോതി എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, ധനസഹായം വേണമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് മാതൃജ്യോതി എന്ന് ഓർക്കാം. നമ്മൾ നേരത്തെ മാതൃയാനം എന്നൊരു പദ്ധതി പഠിച്ചായിരുന്നു. അതെന്തായിരുന്നു? ഈ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രസവാനന്തരമുള്ള ആ ഒരു കേരള സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു മാതൃയാനം. അതുപോലെ മറ്റൊന്നാണ് ഇത് മാതൃജ്യോതി, ജീവനം. അപ്പോൾ അവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിനായിട്ട് ന്യൂഡൽഹിയിൽ പ്ലാസ്മ ബാങ്ക് ആരംഭിക്കുക. അപ്പോൾ എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്മ ബാങ്ക് അവർ ആരംഭിക്കുന്നത്? ഡൽഹി. ആ പേര് ഓർക്കുക. അടുത്ത പോയിന്റ്, വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ട് ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതിയാണ് വിദ്യാശ്രീ. ഇപ്പം നമ്മളൊരു പദ്ധതി നോക്കിയില്ലായിരുന്നോ, KSFE നൽകുന്ന വിദ്യാർത്ഥികൾക്ക്? അതെന്തായിരുന്നു? വിദ്യാസഹായി. അപ്പോൾ COVID-19 സാഹചര്യത്തിൽ സുഗമമായ ഓൺലൈൻ പഠനത്തിന് KSFE, ഇതും KSFE ആണ്, രണ്ടും KSFE ആണെന്ന് ഓർക്കുക. ഇത് അവർക്ക് സുഗമമായ ഓൺലൈനിൽ പഠിക്കാൻ വേണ്ടിയാണ് വിദ്യാസഹായി. എന്നാൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതി, ലാപ്ടോപ്പൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യാശ്രീ. മറ്റേത് ഒരു ചെറിയ സഹായം, വിദ്യാസഹായി ഓൺലൈനായിട്ട്. ഇത് വിദ്യാശ്രീ. രണ്ടും തിരിയാതിരിക്കുക. അടുത്തത്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനായിട്ട് ശ്രീകാന്ത് മാധവ് വൈദ്യ നിയമിതനായി. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനായ ശ്രീകാന്ത് മാധവിനെയാണ് വൈദ്യയാണ് നിയമിതനാക്കിയത്.
അടുത്ത പോയിന്റ്, ഇന്ദിരാമണി പാണ്ഡെ ഐക്യരാഷ്ട്രസഭയിലേക്കും ജനീവയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനയിലേക്കും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇന്ദിരാമണി പാണ്ഡെ ഐക്യരാഷ്ട്രസഭയിലേക്കും ജനീവയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനയിലും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തു. പേരോർക്കുക, ഇന്ദിരാമണി പാണ്ഡെ. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ അറ്റോർണി ജനറലായി കെ വേണുഗോപാലിൻ്റെയും സോളിസിറ്റർ ജനറലിൻ്റെ തുഷാർ മേത്തയുടെയും കാലാവധി ദീർഘിപ്പിച്ചു. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായ മൈക്കിൾ മാർട്ടിൻ ചുമതലയേറ്റു. അപ്പോൾ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മൈക്കിൾ മാർട്ടിൻ. അടുത്ത പോയിന്റ്, IT ആക്ട് 69A പ്രകാരം ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തി. അപ്പോൾ അത് ആക്ട് നോക്കുക, IT ആക്ട് 69A. അടുത്ത പോയിന്റ്, മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയിലെ കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം നിലവിൽ വന്നു. മലപ്പുറം ജില്ലയിലാണ്, കരിമ്പുഴയാണ്, കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. ഇത് 3 ഓർക്കുക. 227.97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വന്യജീവി സങ്കേതമാണ്. അമരമ്പലം, വടക്കേക്കോട്ട എന്നീ വനപ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ്. 2 സ്ഥലങ്ങൾ ഓർക്കുക, അമരമ്പലം, വടക്കേക്കോട്ട. അപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാം, വടക്കുള്ള വലിയൊരു കോട്ടയ്ക്കകത്തുള്ള ഒരു അമരമ്പലം, അങ്ങനെ അവിടെയാണ് ഈ കരിമ്പുഴ, മലപ്പുറം. അങ്ങനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്ത് ഓർക്കാം. 2 സ്ഥലം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, അമരമ്പലം, വടക്കേക്കോട്ട, കോട്ടയ്ക്കകത്തുള്ള ഒരു അമ്പലം, അങ്ങനെ കൊടുക്കാമല്ലോ. അപ്പം ആ ഒരു കോട്ട വെച്ചിട്ട് നമുക്ക് ആ അമ്പലം വെച്ചിട്ട് 2 പേരും നമുക്ക് ഓപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അത് ഓർക്കുക, മലപ്പുറം ജില്ലയാണ്, കരിമ്പുഴയാണ്, 18ാമത് വന്യജീവി സങ്കേതമാണ്, അതുപോലെ 227.97 ചതുരശ്ര കിലോമീറ്ററാണ്. ഏതൊക്കെ വനപ്രദേശങ്ങളാണ് ഉൾപ്പെട്ടതാണ്? അമരമ്പലം, വടക്കേക്കോട്ട. അടുത്ത പോയിന്റ്, വിദ്യാലയങ്ങളിലെ ചെറുവനങ്ങളിൽ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പ് പദ്ധതിയാണ് വിദ്യാവനം. അപ്പോൾ വിദ്യാലയങ്ങളിലെ ചെറുവനങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം. അത് നമുക്ക് ഓർത്തിരിക്കാമല്ലോ, വിദ്യാവനം. അടുത്തത്, ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് ഖോലോക്ചു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഒപ്പുവെച്ചു. അപ്പോൾ ഇന്ത്യയും ഭൂട്ടാനും ചേർന്നിട്ട് ഖോലോക്ചു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഒപ്പുവെച്ചു. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ഭൂട്ടാനും. പത്മനാഭ ബാലകൃഷ്ണ ആചാര്യ മണിപ്പൂരിൻ്റെ ഗവർണറായി നിയമിതനായി. പത്മനാഭ ബാലകൃഷ്ണ ആചാര്യനാണ് മണിപ്പൂരിൻ്റെ ഗവർണറായിട്ട് നിയമിച്ചത്. അടുത്ത പോയിന്റ്, 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനൽ ആരംഭിക്കുന്ന വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിക്ടേഴ്സ് ചാനൽ ആരംഭിക്കുന്ന ഒരു വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ. കൊച്ചു പിള്ളേരായതുകൊണ്ട് അവർക്കൊരു അങ്ങനൊരു പദ്ധതി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം, കിളിക്കൊഞ്ചൽ. അടുത്ത പോയിന്റ്, നിലവിലെ COVID-19 സാഹചര്യത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിനും കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനും ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീം കേരള. അപ്പോൾ നിലവിൽ ഇപ്പോൾ COVID-19 സാഹചര്യത്തിൽ മടങ്ങി വരുന്ന പ്രവാസികൾ അവർക്ക് ഇനി പുനരധിവസിക്കണമെങ്കിൽ കേരള സമഗ്ര വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള സർക്കാർ നൽകുന്നൊരു പദ്ധതി, അവർക്കൊരു പുതിയൊരു സ്വപ്നം കൊടുക്കുക, ഡ്രീം കേരള. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം, ഡ്രീം കേരള. അവർക്കൊരു സ്വപ്നം കൊടുക്കുക. അവർ COVID-19 ഇത് വെച്ചിട്ട് സാഹചര്യത്തിൽ അവർ മടങ്ങി വരുമല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രീം കേരള എന്ന് ഓർക്കാം. ഒരു പുതിയ കേരളത്തിലേക്ക് അവർ അങ്ങനെ വെച്ച് നമുക്ക് ആ പദ്ധതി ഓർക്കാം. പുതിയ കേരളത്തിലേക്ക് അവർ വരുന്നു, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. അടുത്ത, ജീൻ കാസ്റ്റെക്സ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാകും. ജീൻ കാസ്റ്റെക്സ് ആണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാവുന്നത്. അടുത്ത പോയിന്റ്, കോവിഡ് കാലത്ത് കുട്ടികൾക്ക് അനുഭവിക്കുന്ന പലവിധ മാനസിക വെല്ലുവിളികൾ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണത ചെറുക്കുന്നതിനുമായി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. അപ്പോൾ ഇതൊരു പദ്ധതി നമ്മൾ കുറച്ച് മുമ്പ് ഒരു മനോദർപ്പൺ എന്ന് പറഞ്ഞൊരു പദ്ധതി ഓർത്തായിരുന്നു. അത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാനസികമായിട്ടുള്ള അങ്ങനൊരു പദ്ധതിയാണ് മനോദർപ്പൺ. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആത്മഹത്യാ പ്രവണത ചെറുക്കുന്നതിനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്താണ്. ആത്മഹത്യയൊക്കെ ചെയ്യാൻ തോന്നുന്നത് ആരുമില്ല എന്നൊക്കെ തോന്നുമ്പോഴല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പദ്ധതി ഓർക്കാം, ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. അപ്പോൾ ഈ പദ്ധതി ഒരിക്കലും മാറത്തില്ലല്ലോ. മറ്റേത് മനോദർപ്പണമായിരുന്നു, അത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും COVID-19 ഭാഗമായിട്ട് എന്തെങ്കിലും മാനസികത വെച്ച് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉള്ളതാണ് മനോദർപ്പൺ. ഇത് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. അപ്പോൾ രണ്ടും മാറിപ്പോരുത്. അടുത്ത പോയിന്റ്, ഇത്തവണത്തെ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരത്തിന് ജാർഖണ്ഡ് സ്വദേശിനിയായ
കൃതിക പാണ്ഡെയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന കൃതി അർഹമായി. അപ്പോൾ ഇത്തവണ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ജാർഖണ്ഡ് സ്വദേശിനിയായ കൃതിക പാണ്ഡെയുടെ ഏത് കൃതിയാണ്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ്. അടുത്ത പോയിന്റ്, 2024 വനിതാ ഫിഫ ലോകകപ്പിന് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് വേദിയാവുന്നത്. 2024 വനിതാ ഫിഫ ലോകകപ്പിന് ഏതൊക്കെ രാജ്യങ്ങളാണ് വേദിയാവുന്നത്? ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ COVID-19 ചികിത്സാ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ ഡൽഹിയിലാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ COVID-19 ചികിത്സാ കേന്ദ്രം എവിടെയാണ്? ഡൽഹിയിലാണ്. പേരെന്താണ്? സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ. അതുപോലെ നമ്മൾ പ്ലാസ്മ ബാങ്ക് എവിടെയാണ് സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 പ്രതിരോധത്തിനായിട്ടുള്ള പ്ലാസ്മ ബാങ്ക് എവിടെയാണ്? അതും ഡൽഹിയിലാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് വായിച്ചതാണ്. അപ്പോൾ അതും ഡൽഹിയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ COVID-19 ചികിത്സാ കേന്ദ്രമായ സ്ഥലവും ഡൽഹിയിലാണെന്ന് ഓർക്കുക. ലോകത്തിലെ നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകയിലെ ഹുബള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിലവിൽ വരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഏതായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം? കർണാടകയിലെ ഹുബള്ളി റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം അത് 2020 നിലവിൽ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഏതാണ്? കർണാടകയിലെ ഹുബള്ളി റെയിൽവേ സ്റ്റേഷനാണ്. അടുത്ത പോയിന്റ്, ആസാമിലെ വന്യജീവി സങ്കേതമായ ഡെയിലിംഗ് പട്കായ് വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് ദേശീയോദ്യാന പദവി ലഭിച്ചു. വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് ഏത് പദവി ലഭിച്ചു? ദേശീയോദ്യാനം. ആസാമിലാണ് വന്യജീവി സങ്കേതമായ ഡാലിംഗ് പട്കായ് വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കാണ് ദേശീയോദ്യാന പദവി ലഭിച്ചത്. ജൂണിലെ കറണ്ട് അഫയേഴ്സ് ഫുള്ള് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഓഡിയോ നന്നായിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കേൾക്കുമ്പോൾ അന്നേരം തന്നെ പോസ് ചെയ്തിട്ട് പറയാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ ഒപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി മറ്റൊരു സമയം കണ്ടെത്താതിരിക്കുക. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ എൻ്റേതായ ഒരു കോഡിൽ ഞാൻ പദ്ധതികളൊക്കെ പറയാമെന്ന് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ഓർക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്